കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിലും അംഗനവാടി കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കാനെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന് ഇടുക്കി നെടുങ്കണ്ടം തിങ്കൾക്കാട്ടിലെ ഗോത്രജനതയുടെ ആവശ്യം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 30-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം. 5 വർഷം മുൻപ് നിർമ്മാണം ആരംഭിച്ച ഹാൾ സ്മാരകമായതിനൊപ്പം ഇതിനോടനുബന്ധിച്ച് ടോയ്ലറ്റിനായി നിർമ്മിച്ച കുഴികളാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. അംഗനവാടിയും പൊതു കളിക്കളവും കെട്ടിടത്തിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. 2019 ഉടുമ്പൻചോല പഞ്ചായത്തിലെ തിങ്കൾക്കാടുകുടി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2 വർഷമായി 25 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ആദ്യ വർഷം അനുവദിച്ച 15 ലക്ഷം രൂപയിൽ നിർമ്മാണം ആരംഭിച്ചെങ്കിലും തുടർന്ന് തുക അനുവദിച്ചില്ല. ടോയ്ലറ്റിനായി കുഴികളും ഒരുക്കിയിരുന്നു. പൊതു കളിസ്ഥലത്തിലെ കുഴികൾ അപകട ഭീഷണി ഉയർത്തുകയാണ്. അംഗനവാടിയിലെ കുട്ടികൾക്കും കുഴികൾ ഭീഷണി ഉയർത്തുന്നുണ്ട്. 2018-19 സാമ്പത്തിക വർഷത്തിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച കമ്മ്യൂണിറ്റി ഹാൾ പണിയാതെ ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ കണ്ടപ്പോഴാണ് നമ്മൾ ഈ അറിയിക്കുകയും അതിനോടൊപ്പം പുതിയ കമ്മ്യൂണിറ്റി ഹാളിനോട് ചേർന്ന് 2 സെപ്റ്റിക്കാൻ പണിയുന്നതിന് വേണ്ടി 2 കുഴികൾ കുഴിച്ചിടുകയും യാതൊരുവിധ പണികളും ചെയ്യാതെ ഇരിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ വൈകിട്ട് സമയങ്ങളിലും പകൽ സമയങ്ങളിലും നിരവധി കുട്ടികൾ ഇവിടെ ഞങ്ങളുടെ ആദിവാസി കുട്ടികൾ കളിക്കുന്ന ഒരു കോർട്ടാണ്. അപ്പം ഈ 2 കുഴികൾ ഭയങ്കര ഭീഷണിയായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഈ കുഴികൾ മൂടുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ഇതിന് ബന്ധപ്പെട്ട അധികാരികളോട് ശ്രദ്ധയിൽപ്പെടുത്തുകയും യാതൊരുവിധ നടപടികളും ഇതുവരെ സ്വീകരിക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഈ കോർട്ട് വൈകുന്നേര സമയങ്ങളിൽ ഞങ്ങൾ പിള്ളേർ ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുവാനുള്ള ഏക ഒരു സൗകര്യമുള്ള ഒരു കോർട്ട്. 125 ആദിവാസി കുടുംബങ്ങളാണ് തിങ്കൾക്കാടുകുടിയിൽ കഴിയുന്നത്. ഊരുകൂട്ടങ്ങൾ ചേരുന്നതിനും പൊതു ആവശ്യങ്ങൾക്ക് ഒത്തുചേരുന്നതിനുമായാണ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം ആരംഭിച്ചത്. നിലവിൽ കളിക്കളം പോലും ഉപയോഗിക്കാനാവാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഹായ്, എൻ്റെ പേര് നിവ്യ. ഞാൻ 20 ഏക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് നെടുങ്കണ്ടം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഹായ്, ഐ ആം തസ്നിമ. ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഹായ്, ഞാൻ അരുണിമ. നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത്. പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് SN ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഹായ്, ഞാൻ അമർദീന്ദു. ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ്. എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, ഞാൻ ഗ്രീഷ്മ. എൻ്റെ വീട് തൂക്കുവാലാണ്. ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, എൻ്റെ പേര് കെസിയ. ഞാൻ കുമളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബാച്ചിൽ പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ്. പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്. 19-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം.